ഇറങ്ങാനും പൊട്ടിയാലുള്ള അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ കേരളമില്ല. ഡാം പൊട്ടിയാൽ കേരളത്തിലെ 6 ജില്ലകൾ ഒഴുകിപ്പോകുമെന്ന് മാത്രവുമല്ല, മണ്ണിൽ പുതയുന്ന 35 ലക്ഷം മനുഷ്യരെയും അതിന് തത്തുല്യമായ മൃഗങ്ങളെയും 48 മണിക്കൂറിനകം സംസ്കരിക്കാത്ത പക്ഷം അവശേഷിക്കുന്ന ജില്ലകളിലെ മനുഷ്യർ പകർച്ചവ്യാധി മൂലം ഇല്ലാതാകും. എന്നിട്ടും അവസാനിക്കുന്നില്ല. ഒരുപക്ഷെ ഈ 6 ജില്ലക്കാർ വേഗത്തിൽ തന്നെ മരിക്കുമായിരിക്കാം. പക്ഷേ മറ്റ് ജില്ലക്കാർ ഇഞ്ചിഞ്ചായി ഇല്ലാതെയാകും. പകർച്ചവ്യാധിക്ക് മുൻപേ മറ്റ് ജില്ലകളിലേക്ക് കടൽ കയറും. ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ഗംഗാവാലി നദിയിലേക്ക് വീണപ്പോൾ ആ നദി എതിർക്കരയിലെ വീടുകളുടെ മേൽക്കൂര മുട്ടിയൊഴുകി. അതിൽ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ 6 ജില്ലകളിലൂടെ ഒഴുകി വരുന്ന കല്ലും മണ്ണും പാറയും ചെളിയും മനുഷ്യരും മൃഗങ്ങളുമെല്ലാം കടലിലേക്ക് ചെന്ന് പതിക്കുമ്പോൾ ആ ആഘാതത്തിൽ കടൽ എതിർദിശയിലേക്ക് ആഞ്ഞടിക്കുകയും ശേഷം തിരിച്ച് അതേ ശക്തിയോടെ കേരളക്കരയിലേക്ക് കയറുകയും ചെയ്യും. ആലപ്പുഴക്കാർ കോഴിക്കോടോ കണ്ണൂരോ